രാത്രി 11 മണിക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അവസാന ട്രെയിൻ പുറപ്പെടാനിരിക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരൊന്നുമില്ലാതെ കാറ്റ് വീശുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അവിടെ ഒറ്റയ്ക്കിരുന്ന കിരൺ തന്റെ പോക്കറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്തു നോക്കി. അവസാന ട്രെയിൻ പകൽ 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് എന്ന് സമയം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം പകൽ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അവൻ ആശയക്കുഴപ്പത്തോടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. കൗണ്ടറിൽ ഇരുന്ന വയോധികൻ പറഞ്ഞു, ആ ട്രെയിൻ 11 മണിക്ക് തന്നെ പോയി. അത് നിനക്കുള്ളതല്ല. നീ വാങ്ങിയ ടിക്കറ്റ് കഴിഞ്ഞ 20 വർഷം മുമ്പുള്ള ട്രെയിനിന്റേത്. കിരൺ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ട്രാക്കിൽ നിന്ന് ഒരു ട്രെയിൻ ഇരുണ്ടിയിൽ നിന്നും എത്തുന്നത് കണ്ടു. പട്ടികയിൽ ഇല്ലാത്ത, പേര് പോലും ഇല്ലാത്ത ഒരു ട്രെയിൻ. ഡോറുകൾ തുറന്നു. അകത്തു നിന്നും ആരോ കൈ നീട്ടി വിളിച്ചു. കിരൺ വിറച്ച് ഒടുവിൽ ട്രെയിനിൽ കയറി. അവൻ കയറുന്നയുടൻ വാതിൽ അടഞ്ഞു. ട്രെയിൻ സ്ലോ ആയി മുന്നോട്ട് നീങ്ങി. അകത്ത് ഇരുണ്ടിരുന്ന സീറ്റുകളിൽ യാത്രക്കാർ പതിയെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും മുഖം കണ്ടുപറ്റാനാകാത്തവർ. ഒറ്റയാൾ മാത്രം വ്യക്തം, കിരണിന്റെ അച്ഛൻ. നീ വന്നുവല്ലോ മക, ഇനി ഞാൻ ഒറ്റയല്ല, അവൻ പറഞ്ഞു. കിരൺ കണ്ണുനിറച്ച് അദ്ദേഹത്തെ പിടിച്ചു. ട്രെയിൻ ഇടിമുഴക്കം പോലെ മുന്നോട്ടോടി. ജാലകത്തിനു പുറത്ത് ഒന്നുമില്ല, വെറും ഇരുട്ട്. അപ്പോഴാണ് കിരൺ കിരൺ എന്ന് ആരോ വിളിക്കുന്ന ശബ്ദം. അവൻ കണ്ണു തുറന്നു. അവൻ ആശുപത്രി ബെഡിൽ കിടക്കുകയായിരുന്നു. അവന്റെ സുഹൃത്ത് അരികിൽ നിന്നു പറഞ്ഞു, നിനക്ക് രാത്രി ട്രെയിനിൽ അപകടം സംഭവിക്കുമായിരുന്നു. ഭാഗ്യത്തിന് നീ യാത്ര മിസ് ചെയ്തു. എല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നു. കിരൺ കയ്യിൽ പിടിച്ചിരുന്ന ടിക്കറ്റിലേക്ക് നോക്കി. ടിക്കറ്റിൽ തീയതി ഒന്നുമില്ല. വെറും ഒരു വരി മാത്രം, നെക്സ്റ്റ് ടൈം ഡോണ്ട് മിസ് ദ ട്രെയിൻ.